ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 137 ഭാഗത്തിൽ സർവകലാശാല എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. മോഹൻലാൽ നായകനായി 1987 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് സർവകലാശാല. ചിത്രത്തിൻ്റെ രചന ചെറിയാൻ കൽപ്പകവാടിയും തിരക്കഥാ സംഭാഷണ സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് വേണു നാഗവള്ളിയും ആണ്. ആനന്ദ് മൂവി ആർട്സിൻ്റെ ബാനറിൽ ആനന്ദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിപിൻ മോഹനും എഡിറ്റിംഗ് KP ഹരിഹരപുത്രനുമാണ്. 1987 ഏപ്രിൽ 21 തരംഗിണി ഫിലിംസിൻ്റെ വിതരണത്തിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി. ഒരു കലാലയ ചിത്രം എന്ന നിലയ്ക്ക് സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു സർവകലാശാല. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് MG രാധാകൃഷ്ണനാണ്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങൾ MG ശ്രീകുമാർ, നെടുമുടി വേണു, യേശുദാസ്, KS ചിത്ര, ലതാ രാജു, N ലതിക എന്നിവർ ആലപിച്ചിരിക്കുന്നു. ഗാനങ്ങൾ ആത്യന്തോ തെയ്യന്താരോ, അതിരുകാക്കും, പനിനീർ പൂവിതളിൽ, പൊരുന്നിരിക്കും ചൂടിൽ എന്നു തുടങ്ങുന്ന ഗാനങ്ങളാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും മോഹൻലാൽ ലാൽ, ജഗദീഷ് ശ്രീകുമാർ ഫാദർ കുട്ടനാട്, സുകുമാരൻ കുറുപ്പ് അടൂർ ഫാസി കോളേജ് പ്രിൻസിപ്പൽ, സീമ ശാരദാമണി, ഗണേഷ് കുമാർ പഞ്ചാര, മണിയൻപിള്ള രാജു ചക്കര, ശ്രീനാഥ് ജീവൻ, ലിസി ജ്യോതി, നെടുമുടി വേണു ആശാൻ, ഇന്നസെൻ്റ് PD, TP മാധവൻ സൈക്യാട്രിസ്റ്റ്, ശങ്കരാടി ഫാദർ ചാണകത്തറ, സുകുമാരി ലീലാമ്മ, സന്ധ്യ ഗായത്രി, ജലജ സിസ്റ്റർ അൽഫോൺസ, ജഗദീഷ് നജീബ്, നന്ദു ജോസ് അബ്രഹാം, രാമു ഇൻസ്പെക്ടർ എന്നിങ്ങനെയാണ്. പാലക്കാട്ടുള്ള ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, മേഴ്സി കോളേജ്, ചിറ്റൂർ കോളേജ് എന്നിവയായിരുന്നു ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. ഈ ലൊക്കേഷനുകൾ ചിത്രത്തിന് ഒരു പുരാതന ഫീൽ നൽകുന്നു. അനാഥാലയത്തിൽ വളർന്ന ലാൽ എന്ന കോളേജ് വിദ്യാർത്ഥിയെ ചുറ്റിപ്പറ്റിയാണ് കഥ പുരോഗമിക്കുന്നത്. അതേ കോളേജിൽ തന്നെ മൂന്നാമത്തെ MA ഡിഗ്രിക്ക് പഠിക്കുകയാണ് ലാൽ. കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി ചുറ്റിപ്പറ്റി കഴിയാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെ ഡിഗ്രികൾ എടുത്തു കൂട്ടുന്നത്. കൂടെ പഠിച്ചവരൊക്കെ അതേ കോളേജിൽ തന്നെ അധ്യാപകരും പ്രൊഫസർമാരുമായൊക്കെ തുടരുന്നു. താനൊരിക്കൽ പ്രണയിച്ചിരുന്ന തൻ്റെ കാമുകിയും ആ കോളേജിൽ തന്നെ അധ്യാപികയായി എത്തുന്നു. കോളേജിനടുത്ത് തന്നെ ഒരു വീടെടുത്താണ് അയാൾ താമസിക്കുന്നത്. നിയമപരമായി തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പണം കൊണ്ടാണ് അയാൾ പഠിക്കുന്നതും കഴിയുന്നതും. എല്ലാവരോടും സ്നേഹമുള്ള ആളാണ് ലാൽ. ലാലിൻ്റെ വാക്കുകൾ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വാക്കുകളായി തന്നെയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ കരുതുന്നത്. എല്ലാ പേരും അവനെ ലാലേട്ടൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്നു. മോഹൻലാൽ എന്ന നടനെ ആദ്യമായി കഥാപാത്രമായിട്ടാണെങ്കിലും ലാലേട്ട എന്ന് വിളിക്കുന്നത് ഈ ചിത്രത്തിലാവും. അന്ന് മോഹൻലാൽ എന്ന നടൻ ലാലേട്ടനായിരുന്നില്ല. ഇന്ന് മോഹൻലാൽ എന്ന നടനെയും എല്ലാ പേരും സ്നേഹത്തോടെ ലാലേട്ടൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അന്ന് അങ്ങനെ വിളിക്കുന്ന സമയമായിരുന്നില്ല. എങ്കിലും എന്തോ ഒരു നിയോഗം പോലെ ആ ചിത്രത്തിലെ ലാലേട്ടൻ ഇന്ന് സ്വന്തം പേരായി മാറിക്കഴിഞ്ഞു. കോളേജിലെ ഓൾറൗണ്ടർ ടീമാണ് ചക്കരയും കൂട്ടുകാരും. കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. കോളേജിൽ പുതിയ ബാച്ചിലെ കുട്ടികൾ എത്തുമ്പോൾ താൻ വളർന്ന അനാഥാലയത്തിലെ തൻ്റെ സുഹൃത്തായിരുന്ന ജീവനെ കണ്ടുമുട്ടുന്നു. ജീവന് ഒരു സഹോദരിയുമുണ്ട്. ലാലും ജ്യോതിയെ തൻ്റെ സഹോദരിയായി തന്നെ കാണുന്നു. തൻ്റെ ഒപ്പം താമസിക്കുന്ന ആശാൻ മദ്യപാനിയാണ്. എങ്കിലും അവർ തമ്മിലും ഗാഢമായ ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്നു. ഒരു ബൊഹീവിയൻ കവി കൂടിയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പൽ അച്ഛൻ, ചാരച്ചിറ അച്ഛൻ, കുട്ടനാടച്ഛൻ എന്നിവർ കോളേജിൽ പ്രധാന ചുമതലകൾ വഹിക്കുന്നവരാണ്. അവർക്കുമെല്ലാം ലാലിനോട് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ഒരു ദിവസം ആശാൻ അവിടെ നിന്നും ഒരു യാത്ര തിരിക്കുന്നു. യാത്രയ്ക്കിടയിൽ അയാൾ കൊല്ലപ്പെടുന്നു എന്ന വാർത്ത പത്രത്തിലൂടെ അറിയുന്നു. ഇതറിഞ്ഞ ജീവൻ മാനസികമായി തളരുന്നു. മാനസിക നില തെറ്റുമെന്നായപ്പോൾ മാനസിക ചികിത്സയ്ക്കായി തനിക്കൊരു മനോരോഗ ആശുപത്രിയിൽ പോകണം എന്ന ജീവൻ്റെ ആവശ്യപ്രകാരം ലാൽ അയാളെ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ എത്തിക്കുന്നു. ഒറ്റയ്ക്കായി പോയ ജ്യോതിയുടെ ചുമതല ലാൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നു.
മുൻപ് തൻ്റെ കാമുകിയായിരുന്ന ഗായത്രിയുടെ ഭർത്താവ് മരിച്ചതിനാൽ ഗായത്രി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അന്ന് ഗായത്രിയുടെ വീട്ടുകാർ എതിർത്തതിനാൽ വിവാഹം കഴിക്കാൻ കഴിയാതിരുന്ന അവരുടെ വിവാഹത്തിന് ഇപ്പോൾ ഗായത്രിയുടെ വീട്ടുകാർക്ക് സമ്മതമായതിനാൽ അവരുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് കോളേജിൽ കലോത്സവത്തിൽ ജ്യോതിയുടെ നൃത്തം ലാലിൻ്റെ നിർബന്ധപ്രകാരം നടക്കുന്നത്. ജീവൻ്റെ അവസ്ഥയും എല്ലാം കൂടി ഒരു മാനസിക തകർച്ചയിലായിരുന്നു ജ്യോതിയും. അതിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയാണ് ജ്യോതിയെ നിർബന്ധിച്ച് ലാൽ നൃത്തത്തിൽ താല്പര്യമുണ്ട് ജ്യോതിക്കെന്നറിഞ്ഞ ലാൽ ജ്യോതിയെ നിർബന്ധിച്ച് നൃത്തത്തിലൊക്കെ പങ്കെടുപ്പിക്കുന്നത്. നൃത്തം കഴിഞ്ഞ് ഗ്രീൻ റൂമിൽ മേക്കപ്പ് മാറ്റുന്ന ജ്യോതിയെ വൈദ്യുതി നിലച്ച സമയത്ത് ആരോ കയറി പിടിക്കുന്നു. ലാലാണത് ചെയ്തതെന്ന് എല്ലാ പേരും തെറ്റിദ്ധരിക്കുന്നു. ജ്യോതിയുടെ മേക്കപ്പ് ബോക്സ് എടുക്കുന്നതിനിടയിൽ ലാലിൻ്റെ മുഖത്ത് ചായം പുരണ്ടിരുന്നു. അതാണ് അയാളെ തെറ്റിദ്ധരിക്കാനുണ്ടായ കാരണം. അതിൻ്റെ പേരിൽ ലാലിനെതിരെ മാനേജ്മെൻറ്റ് കേസെടുക്കുകയും ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്രയും കാലം അടുത്തറിയാവുന്നവർ പോലും ലാലിനെ തെറ്റിദ്ധരിച്ചതിൽ ലാലിന് വളരെയധികം പ്രയാസമുണ്ടാകുന്നു. പക്ഷേ ആ സമയത്ത് ജീവനും ജ്യോതിയും പോലീസ് സ്റ്റേഷനിലെത്തി അവനെ രക്ഷിക്കുന്നു. ലാലിൻ്റെ പേരിലുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും ശരിയായ കുറ്റക്കാരനെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു ക്യാമ്പസ് സ്റ്റോറി എന്ന നിലയ്ക്ക് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു സർവകലാശാല. ക്യാമ്പസ് കഥകളിൽ മുൻനിരയിൽ തന്നെ ഇന്നും ചിത്രം ഓർക്കുന്നു. എന്നാൽ ചിത്രത്തിനൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ പറയത്തക്ക വ്യത്യസ്തമായ ഒരു കഥയൊന്നും ഉള്ളതായി തോന്നിയില്ല. പക്ഷേ മോഹൻലാൽ എന്ന നടൻ്റെ മികച്ച പ്രകടനം ചിത്രത്തിലുടനീളം ഉണ്ടായിരുന്നു. നെടുമുടി വേണു, ശ്രീനാഥ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവരും അവരുടെ അഭിനയം മികവ് തെളിയിച്ച ചിത്രമായിരുന്നു സർവകലാശാല. സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും അത്രത്തോളം ശക്തമായിരുന്നില്ല. വേണു നാഗവള്ളിയുടെ ലാളിത്യമാർന്ന അവതരണം ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു. ഗാനങ്ങൾ അത്രത്തോളം ശ്രദ്ധ നേടിയിരുന്നില്ല എങ്കിലും മോഹൻലാലിൻ്റെ മികച്ച ചിത്രങ്ങളിലൊന്നായി സർവകലാശാല ഇന്നും തുടരുന്നു. ചിത്രത്തിൻ്റെ കോപ്പി OTT പ്ലാറ്റ്ഫോമിലൊക്കെ ലഭ്യമാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.